അസ്സലാമു അലൈക്കും. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ ട്രെൻഡിങ് നിൽക്കുന്ന സംഭവമാണ്. ഈ ന്യൂസിലാൻഡിൽ കുറേ ഇന്ത്യൻ വംശജർ ചെന്നിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു വീഡിയോസ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. സംഭവം ഇത് മുമ്പ് കാനഡയിലും അതുപോലെ ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിലത്തെ ഈ ഒരു കൾച്ചർ അവിടെ കൊണ്ടുവരിക, ഇവിടുത്തെ കുറേ ജാഥ അതുപോലെ വിളംബരങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഓണ സെലിബ്രേഷൻ, ക്രിസ്മസ് സെലിബ്രേഷൻ, സിഖുകാരെ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ അവിടെ നടത്തുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഈ സംഭവം അവിടെ നടത്തുമ്പോൾ ആ നാട്ടിലത്തെ ആൾക്കാർ എന്ത് പറയും, ഇപ്പോൾ ഇന്ത്യയിൽ വന്നിട്ട് ഇപ്പോൾ വേറൊരു രാജ്യക്കാർ വന്നിട്ട് ചെയ്യുമ്പോൾ ഇന്ത്യക്കാരെ എതിർക്കുന്ന പോലെ തന്നെയാണ് അവർ ഓട്ടോമാറ്റിക്കലി അതിനെ എതിർക്കും. അപ്പോൾ അങ്ങനെ ന്യൂസിലാൻഡിലത്തെ ഒരുപാട് സ്വദേശികൾ ഇവർ നടത്തുന്ന ഈ സിഖുകാർ നടത്തുന്ന ഈ ഒരു പ്രശ്നത്തിനെ എതിർത്തിട്ടുണ്ട്. ഭയങ്കര പ്രക്ഷോഭം, ഭയങ്കര പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടുത്തത് വരാൻ പോകുന്നത് GCC കൺട്രീസിലാണ്, ഗൾഫ് രാജ്യങ്ങളിൽ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ആളുകളുണ്ട്. ഇവിടെ കുറേ ഈ മലയാളി അസോസിയേഷൻസ്, മലയാളി സമാജം, പിന്നെ ഇന്ത്യൻ കൾച്ചറൽ അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. എന്നിട്ട് ഇവന്മാരെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിയിലാണ്ട് ചൊറിയും കുത്തിരിക്കുന്ന കുറേ ടീമുകളുണ്ട്. ഈ ഉച്ചവരെ പണിയുള്ള കുറേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരല്ലെങ്കിൽ അല്ലറച്ചുള്ള ഈ നേഴ്സുമാരുണ്ടല്ലോ, കുറേ പെണ്ണുങ്ങളെ പണിക്ക് പറഞ്ഞിട്ട് തിന്നണ കുറേ ആണുങ്ങളുണ്ട് ഇവിടെ. ഇവന്മാരെ പരിപാടി സമാജങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓണപ്പരിപാടി, ക്രിസ്മസ് പരിപാടി, ന്യൂ ഇയർ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോഗ്രാമുകൾ ഉണ്ടാക്കുക. എന്നിട്ട് ഓണത്തിൻ്റെ ജാഥ, ഓണത്തിൻ്റെ മറ്റേ കാവടിയാട്ടം, തെയ്യംകളി, പിന്നെന്താണ് കുച്ചിപ്പുടി, അങ്ങനെ കുറേ പരിപാടികൾ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ, ഓണഘോഷയാത്ര നടത്തുക, ക്രിസ്മസിൻ്റെ സെലിബ്രേഷനുകൾ, പിന്നെ അതുപോലെ കരോള് പരിപാടി, ഇങ്ങനെ കുറേ പരിപാടികൾ. ഇതൊക്കെ നമ്മളിവിടെ വന്നിട്ടുള്ളത്, നമ്മൾ പണിയെടുക്കാൻ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങളെപ്പോലെ ഒരു പണിയിലാണ്ട് ചൊറിയും കുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരിങ്ങനത്തെ ഓരോ പരിപാടികൾ ഒപ്പിച്ചേക്കും. അവസാനം ആ രാജ്യത്തുള്ള ആളുകൾ ഇതിനെതിരെ തിരിയുമ്പോൾ അത് മൊത്തം എഫക്റ്റ് ചെയ്യുക കംപ്ലീറ്റ് ഇന്ത്യക്കാരെ, മറ്റു രാജ്യക്കാരാണ്. ഇപ്പോൾ ഈ ബംഗ്ലാദേശികൾ, അതുപോലെ പല രാജ്യക്കാർ, ഈ നേപ്പാൾ, ഇവരൊക്കെ ഇവരെ പല പല കാര്യങ്ങളോട് ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ ആളുകൾ ഇതിനെല്ലാത്തിനും എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊടുക്കുന്ന സപ്പോർട്ട് ഇവിടെ ഓവറായിട്ട് നമ്മൾ എന്താ പറയുക അതങ്ങോട്ട് ഓവറായിട്ട് എടുക്കണേ. ഈ ഓണഘോഷയാത്രയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടിലുള്ളതിനെക്കാട്ടിയും വലിയ ഓണഘോഷയാത്രകളാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷനൊക്കെ. ഇതിനൊക്കെ ഒരു പരിധിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതെന്നും എല്ലാ കാലത്തും ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ഏതെങ്കിലും കാലത്ത് ഇവർ ഇതിനെതിരായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡിൽ ഇവിടെ ഉണ്ടായ പോലെ നമ്മളും ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചോളൂ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. ഓക്കെ, ബൈ.